അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. അതാണ് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പോകും. ഏത് അറ്റം വരെ പോകും. അതേ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു യോലോ. വെൽക്കം ടു അമിയ അൺഫിൽറ്റേർഡ്. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം കേസസ് ആണ്, പക്ഷേ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരാളുടെ പെരുമാറ്റം മൂലമുണ്ടായിട്ടുള്ള ഒരു ആത്മഹത്യയോ എന്ന വിഷയങ്ങളെ കുറിച്ചൊന്നൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായി ഞാൻ സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം അങ്ങനെ സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും വരാത്തത് കൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. ഇതൊരു രണ്ട് ദിവസമായി നടക്കുന്നൊരു കേസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കോട്ടയം ഏറ്റുമാനൂർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ജിഷ്മോളുടെ കേസ്. ആളും ആളുടെ 2 പെൺകുട്ടികളും കൂടെ ഒരു ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത കേസ്. ഇപ്പോൾ റീസെൻ്റ്ലി അത്യാവശ്യം നല്ല ന്യൂസുകളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറമാണ് നമ്മുടെ സിനിമാ ലോകത്ത് നടക്കുന്ന ഡ്രഗ് യൂസേജിൻ്റെ കേസുകൾ. കാരണം ഈ ഒരു കേസിനെ പറ്റി സംസാരിക്കണം എന്ന് നോക്കിയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കി. യൂട്യൂബിലൊക്കെ നമുക്ക് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഐഡിയ കിട്ടണമല്ലോ. യൂട്യൂബിലൊക്കെ റെഫർ ചെയ്തെങ്കിലും എനിക്ക് ഇതിൻ്റെ അധികം ക്ലിപ്പിങ്സ് കിട്ടിയില്ല. എന്നാൽ കിട്ടി. പക്ഷേ യൂട്യൂബിലൊക്കെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നടക്കുന്നത് സിനിമാക്കാരുടെ ഇടയിലുള്ള ലഹരി ഉപയോഗമാണ്. അപ്പം അതവിടെ കിടക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഈ ഒരു കേസ് അഡ്രസ്സ് ചെയ്യാണ്ട് പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ അഡ്വക്കേറ്റായ ലേഡി, അതോ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആയ ലേഡി 2 കുട്ടികളെയും കൂട്ടി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ആൻഡ് ഇപ്പോൾ ഈ ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ഡേ തന്നെ ഒരു ട്രൈ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് സക്സസ് ആവാത്തതിൻ്റെ പുറത്താണ് ഇങ്ങോട്ട് പോയത് എന്നാണ് പറയുന്നത്. കാരണം പോലീസുകാർ വീട്ടിൽ വന്ന് ഇൻക്വസ്റ്റ് ചെയ്ത സമയത്ത് ഓൾറെഡി അവിടെ വെയിൻ കട്ട് ചെയ്യാൻ ശ്രമിച്ചതും വിഷം കുടിച്ചതിൻ്റെയും പിന്നെ ഫാനിൽ കെട്ടി തൂങ്ങാൻ ശ്രമിച്ചതിൻ്റെയൊക്കെ കാര്യങ്ങൾ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് സംഭവം ഉണ്ടാവുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു കേസ് കണ്ട സമയത്ത് ആർക്കും എന്താണ് പ്രശ്നം എന്നറിയില്ല. അച്ഛനാണെങ്കിൽ UK, അനിയനാണെങ്കിൽ പുറത്ത്, അമ്മ ഓൾറെഡി മരിച്ചുപോയി, ആളൊരു ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ്, ഫാമിലി ആണെങ്കിലും മീൻസ് ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും അത്യാവശ്യം റിച്ചാണ്. പിന്നെ വോട്ട് എന്നൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ ഞാൻ കരുതി ആ കാരണത്തിലോട്ടും എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാമെന്നുള്ളത്. ഞാനിവിടെ ചാർജ് എടുത്തിട്ട് 9 മാസമായി. ഇവിടെ ഏറ്റവും കൂടുതൽ രാത്രികളെല്ലാം കോൾ വന്നിരുന്ന വീട്ടിൽ ഉപദ്രവമാണ്. സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കുന്നു, മദ്യപിച്ചുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ വന്നിരുന്നത്. അപ്പം ഇതിൽ നിന്നൊരു വ്യത്യാസം സ്റ്റേഷനിൽ ഉണ്ടാകണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത്തരം പരാതികളായിട്ട് വരുന്ന സ്ത്രീകളെ ഞങ്ങൾ അതിൻ്റെ അകത്ത് ഈ ഭർത്താക്കന്മാരെയും വിളിപ്പിച്ച് ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇതെങ്ങനെ കുറയ്ക്കാമെന്നതിനെക്കുറിച്ച് ഞങ്ങളിവിടെ ബുക്ക് വെക്കാൻ തുടങ്ങി. പക്ഷേ ഈ കേസിൻ്റെ സ്റ്റാർട്ടിങ് ഇൻവെസ്റ്റിഗേഷൻ ടൈമിൽ തന്നെ അവിടുത്തെ പോലീസുകാരൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു മീഡിയയ്ക്ക് കൊടുത്തൊരു ക്ലിപ്പിംഗ് ഭയങ്കര വൈറലായിരുന്നു. അതിൽ വളരെ വ്യക്തമായിട്ട് പുള്ളി പറയുന്നുണ്ട്, ആ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ മദ്യപിച്ച് വന്ന് പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും അബ്യൂസ് നേരിടുന്നുണ്ട്. ആ കേസുകൾ ഞങ്ങളുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്ന ആൾക്കാരെ വിളിപ്പിച്ച് കൊണ്ടുവന്ന് സിഗ്നേച്ചർ ഇടിയിപ്പിച്ചിട്ടാണ് വിടുന്നത് എന്നീ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലൊരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ ടോപ്പിക് ഓഫ് ആത്മഹത്യ എന്നൊരു ലേബൽ വരുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ദർ വിൽ ബി എ സ്റ്റോറി. സോ ആ സ്റ്റോറി എന്താന്ന് പോർട്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം ജിഷ്മോളുടെ ഫാദറും സഹോദരനും വന്നിട്ട് ഉള്ള ഈ ഒരു വീഡിയോ. സോ നമുക്ക് ആ വീഡിയോകളിലോട്ട് ഒന്ന് പോകാം. ഞാൻ UK നിന്ന് വിളിച്ചവളെ. അപ്പോൾ അവൾ വിളിച്ചിട്ട് എടുത്തില്ല. വിഷുവല്ലേ എടുക്കുന്നില്ലെന്ന്. വീട്ടിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു. അവിടെ എല്ലാവരുമായിട്ട് ഇവിടെ കൊച്ചിവിടെ ഓഫീസിലാണ്. ഇവിടെ ഓഫീസിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട്. ഞാൻ ചോദിച്ചത് എന്നാ പറ്റിയതാണ് മാനേന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു. കഥകിട്ട് പിടിച്ചു തന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ചേട്ടാ എന്നെ പിടിച്ച് ഭിത്തിക്കെട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു. നീ എന്ത് ചേടി പറയാൻ? പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുന്നു. ഫസ്റ്റ് തിങ്, ഇത് ഇന്നോ ഇന്നലെയോ നടന്ന ഒരു കാര്യമല്ല. കുറേ കാലമായിട്ട് ഈ ഹസ്ബൻഡും വൈഫിനിടയിൽ പ്രശ്നങ്ങളുണ്ട് എന്നും
ഈ ഫാദർ അത് വീട്ടിൽ പോയി സംസാരിക്കുന്നുണ്ട് എന്നും കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആദ്യം തന്നെ റിപ്പോർട്ടിൽ പറഞ്ഞു. അപ്പോൾ ഒരു ഫസ്റ്റ് പോയിന്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഭാര്യ ഭർത്തൃ പ്രശ്നത്തിനിടയിലാണ് ഈ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. രണ്ടാമത് പറയുന്നുണ്ട് ഫിസിക്കൽ അബ്യൂസ് ആ കുട്ടി നേരിട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ തലയിൽ ഇങ്ങനെ ഒരു മുറിവ് വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫാദർ ചോദിച്ചു എന്താ പറ്റിയെന്ന്, അപ്പോൾ തല ഇടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ സമയത്ത് കുട്ടി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡ് എന്നെ ഉപദ്രവിച്ചതാണ് എന്ന്. കുറേ കാലമായിട്ട് ആ വീട്ടിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ അവൾ ഫിസിക്കലി കുറേ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മെൻ്റലി കുറേ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ആ കുട്ടീനെ സ്റ്റിൽ ആ വീട്ടിൽ നിൽക്കാനുള്ള ഒരു സ്റ്റിൽ ആ വീട്ടിൽ നിർത്തിയത്? ദിസ് വാസ് മൈ ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ആ പെൺകുട്ടി നിൽക്കാനുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ പുറത്താണ്, അല്ല എൻ്റെ അനിയൻ ഇവിടെയാണ്, കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ പോവുക എന്നുള്ളൊരു തോട്ടാണ് ആ പെൺകുട്ടിക്ക് ഈ ടൈമിലുണ്ടാവുക. ചിലപ്പോൾ ഫാദർ കരുതിയിട്ടുണ്ടാവും പ്രശ്നങ്ങളല്ലേ, എല്ലാ വീട്ടിലും ഉള്ളതല്ലേ, അല്ലെ എല്ലാ ഹസ്ബൻഡ് വൈഫിനിടയിലുള്ളതല്ലേ, ഇന്നല്ലേ നാളെ സംസാരിച്ച് സോൾവ് ആവും എന്നായിരിക്കും തോട്ട്. ഈ 2 തോട്ടും ഇപ്പം എന്തായി? ഈ 2 ആൾക്കാരുടെ തോട്ടിനും ഒരു ഫൈനൽ റിസൾട്ട് എന്താ? ആളുടെ മരണമാണ്. നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു വിട്ടു എന്ന് കരുതി ഒരച്ഛൻ്റെയും അമ്മേൻ്റെയും കർത്തവ്യം അവിടെ തീരുന്നൊന്നുമില്ല. കല്യാണം കഴിപ്പിച്ച് വിട്ട സ്ഥലത്ത് ആ പെൺകുട്ടി സേഫായിട്ടാണോ ജീവിക്കുന്നത്, അവൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതും സിയോർ ഉത്തരവാദിത്വം. ബിക്കോസ് നിങ്ങളാണല്ലോ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇന്ന് സോൾവ് ആവും, നാളെ സോൾവ് ആവും, മറ്റന്നാൾ സോൾവ് ആവും എന്ന് പറഞ്ഞ് നമ്മളിത് ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് കരുതി വിട്ടാൽ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇത് തന്നെ ആയിരിക്കും എന്നുള്ളത് ഇനിയെങ്കിലും വീഡിയോ കാണുന്ന പാരൻസും ഇത് അനുഭവിക്കുന്ന പെൺകുട്ടികളും ഓർക്കുക. ലിറ്ററലി ഞാൻ ഷോക്കായിട്ടുള്ള കാര്യം, ദ തിങ് വാസ് ഡൺ ബൈ ആൻ അഡ്വക്കേറ്റ്. ഒരു അഡ്വക്കേറ്റ്, ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ് ഇത് ചെയ്തത്. പഠിക്കുന്നത് നിയമങ്ങളല്ലേ. ഒരു പെൺകുട്ടീൻ്റെ നേരെ ഇങ്ങനെയൊക്കെ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നറിയില്ലേ, എങ്ങനെ തെളിവ് കളക്ട് ചെയ്യണം എന്നറിയില്ലേ. ഹസ്ബൻഡ് വൈഫിനെ ഉപദ്രവിക്കുമ്പോഴോ അല്ലെങ്കിൽ മെൻ്റലി മോശമായി പെരുമാറുന്ന സമയത്തോ അത് വീഡിയോസോ ക്ലിപ്പിങ്സോ എടുത്തുകൊണ്ട് അത് കോടതിയിൽ കൊണ്ടുപോയിട്ടോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയോ കാണിച്ചിട്ട് സ്വന്തം പഠിച്ച നിയമം കൊണ്ട് സ്വന്തം ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഇതേ പറയാനുള്ളൂ. നീ എന്ത് ചെടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ഓർത്താം. നീ പപ്പായോട് പറഞ്ഞെന്ന് അറിഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് എനിക്കൊരു കുടുംബം വേണ്ടേ. തന്നെയല്ല അവൾ വക്കീലാണ്, അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഏതറ്റം വരെ ഞാൻ നിയമപരമായിട്ട്. എന്ത് കുടുംബം വേണ്ടേന്നാണ് പറയുന്നത്? എന്ത് കുടുംബം വേണ്ടേൻ്റെയാ ഞാൻ ചോദിക്കുക. നിങ്ങളുടെയൊക്കെ ലൈഫിൻ്റെ ദ അൾട്ടിമേറ്റ് ഗോൾ എന്താ? എൻ്റെ ലൈഫിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താ അറിയോ? ഹാപ്പി പീസ്ഫുൾ ലൈഫ്. ജീവിക്കുന്നത് എവിടെയാണെങ്കിലും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ പറ്റണം. അവിടെ ഇത്രയും പ്രശ്നങ്ങൾ, ഫിസിക്കൽ അബ്യൂസ്, എന്നിട്ട് എനിക്ക് അവിടെ ജീവിക്കണമല്ലോ എന്നുള്ളത് എവിടെയാണിത്? സീരിയസ്ലി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാദറും ബ്രദറും ഉള്ള സമയത്ത് ഈ കാര്യം തുറന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിക്കൂടെ? അല്ലെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? ഒരു അഡ്വക്കേറ്റ് അല്ലേ, യു ഹാവ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അല്ലെ എനിക്കറിയില്ല, കല്യാണം കഴിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നൊരു തോട്ടുണ്ടോ? കല്യാണം കഴിച്ച് ഭർത്താവും കുട്ടികളുടെ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നൊരു തോട്ടുണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്, പുറത്തിറങ്ങി വന്ന് സ്വന്തം വീട്ടിൽ നിന്നൂടെ? ഞാൻ നിയമപരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കുടുംബങ്ങളല്ലേ ഇന്നോർത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്കതൊന്നും പറയാം ഇപ്പം പറയാനുള്ള കർത്താവ് മർദ്ദിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ, ഇനി ഇപ്പോഴും ഉണ്ട്. എനിക്കതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈ ഫാദറിൻ്റെ ഫീലിംഗ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ഫീലിംഗ് തൊട്ട് മുമ്പ് വേണമായിരുന്നു. സീരിയസ്ലി പറയാം, തൊട്ട് മുമ്പ് വേണമായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥലത്ത് സ്വന്തം മോളെ ഇട്ട് കൊടുക്കരുതായിരുന്നു. ബിക്കോസ് ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാധനം ആഴ്ചകൾ എടുത്ത് പ്ലാൻ ചെയ്യുന്ന ഒരു സാധനമല്ല, ഒരു പോയിന്റിൽ തോന്നുകയാണ്. ആ പോയിന്റിൽ അതിനുള്ളൊരു സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ എൻഡാണ്. അത്രയ്ക്ക് മെൻ്റൽ ട്രോമയിൽ കൂടെ കടന്നു പോകുന്ന സമയത്താണ് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തുക എന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിക്കണം. സംസാരിച്ചത് ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ വന്നം, അങ്ങനെ എല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ്. ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചിനോട് സംസാരിച്ച് വെച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല, ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത്. പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ്. എൻ്റെ വൈഫ് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും
അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു. അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുവാണ്. പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം, രാവിലെ പള്ളിയിൽ പോയി. അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് ഇട്ടു. അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവരെ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം എന്തായാലും. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു കാര്യം കേട്ട സമയത്ത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാധനം ഇത് കുറേ ആഴ്ചകളായിട്ടോ മാസങ്ങളായിട്ടോ ഒരാൾ പ്ലാൻ ചെയ്യുന്ന ഒരു സാധനമല്ല. മേ ബി ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വരെ ഹാപ്പി ആയി നിന്ന് നെക്സ്റ്റ് ഡേ രാവിലെ എന്തേ സംഭവിക്കുമ്പോൾ മരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അയാളെ കണ്ട ചുറ്റുള്ള ആൾക്കാരൊക്കെ പറയും എന്തൊരു ഹാപ്പിയാണ് എന്ന് പറയുന്ന സാധനമുണ്ട്. കാരണം ഒരാളുടെ മൈൻഡിൻ്റെ ഉള്ളിൽ കൂടെ അയാൾ കടന്നു പോകുന്ന മെൻ്റൽ ട്രോമ എന്താണ്, മെൻ്റലി അയാൾ എത്ര വീക്കാണ്, ഇമോഷണലി അയാൾ എത്ര സെൻസിറ്റീവ് ആണ് എന്നുള്ള കാര്യം അയാൾക്ക് മാത്രമേ മനസ്സിലാവൂ. അതിലെന്തോ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട്. ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട്. ആ സ്ത്രീ എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. പിന്നെ അമ്മ പുള്ളിക്കാരി നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കുകൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തരുന്നുണ്ട്. എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു. പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം എന്ന് പറയും. ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടുപോയി കൊടുത്തു. ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു. പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ബന്ധുക്കാരെ, ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല. ഞങ്ങൾ എൻ്റെ കസിൻസിൻ്റെ ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചിനെ വിളിച്ചോണ്ട് പോയത് കള്ളം പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് വിടത്തില്ല. അവര് ചേച്ചീനെ പിടിച്ചിരിച്ചേക്കുമായിരുന്നു. പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റും. എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചേക്കുവാണ്. എന്നോട് പറഞ്ഞു കുറച്ച് പൈസ അയക്കണം, എന്നിട്ട് പപ്പായ്ക്ക് കൊടുത്തു വിടണം. എന്നിട്ട് വീട്ടിലൊരു സെർവന്റ് നിൽക്കുന്നുണ്ട്, പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ്, അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ ഇത് പുള്ളി ചേച്ചിയോട് പറഞ്ഞു ഇത് ഇങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊച്ചിന് വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു. അങ്ങനെ ചേച്ചിയോട് പൈസ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എൻ്റെ ഇപ്പോഴും അതിന്റെ വാട്സപ്പ് മെസ്സേജ് കിടപ്പുണ്ട്. ചേച്ചി അത്ര മനംനൊന്നിട്ടാണ് എന്നോട് ചോദിച്ചത്. എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത്ര മനംനൊന്നിട്ടാണ് എനിക്ക് എന്നാ മെസ്സേജ് അയച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം തൊട്ടുണ്ട് ചേച്ചിക്ക് മാനസിക പീഡനം ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന്. അതില് പിന്നെ ഈ ന്യൂസിൽ ഫുള്ള് സഹോദരനും അച്ഛനും കൺവേ ചെയ്യുന്നത് ആ ലേഡി ആ വീട്ടിൽ അനുഭവിച്ചിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളാണ്. കുറേ ഈ ലേഡി കടന്നു പോയിട്ടുള്ള കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ കാര്യം ഇപ്പോഴല്ലായിരുന്നു ഇൻഫോം ചെയ്യേണ്ടത്. കുറച്ച് മുമ്പായിരുന്നു നിങ്ങൾ ഈ മീഡിയക്കാരുടെ മുമ്പിൽ വന്ന് ഇൻഫോം ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ കരഞ്ഞ് ഇൻഫോം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് മീഡിയക്കാരുടെ മുമ്പിൽ ഒന്ന് പറയണമെന്നല്ല, ഇത് ലീഗൽ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ. ഇവൺ ആ പോലീസുകാരൻ്റെ ആ ഒരു ന്യൂസിൽ അയാൾ പറയുന്നുണ്ട് ഈ ലേഡി ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന് പറഞ്ഞിട്ടില്ല എന്ന്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ആ ഏരിയയിലെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ റീസെൻ്റ്ലി അല്ല, തൊട്ട് മുമ്പത്തെ വർഷം. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു ലേഡീൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സാധനം വരുമ്പം ഇത് ജനറൽ സാധാരണ ലെവലിൽ നിൽക്കുന്ന പബ്ലിക്കിന് എൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനപ്പുറം വരില്ലേ? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് വീണ്ടും 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 ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഡു യു തിങ്ക് മാരേജ് ഈസ് ദ എൻഡ്? ഡു യു തിങ്ക് ജീവിതത്തിൽ ഒരാളെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടൂ? ഓർ ഡു യു തിങ്ക് കല്യാണം കഴിച്ച ആ ഭർത്താവ് ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും തോന്നിവാസങ്ങളും സഹിച്ച് ജീവിതകാലം മുഴുവൻ നിൽക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക്? എനിക്ക് ഈ 3 പോയിന്റിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പഠിച്ച് ഈ ലെവലിൽ നിന്ന് ഹൈക്കോടതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ഈ പ്രശ്നങ്ങൾ അനുഭവിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. മേ ബി ചിലപ്പോൾ ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ച സ്ത്രീകളുടെ മനസ്സിലാവായിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ. ബട്ട് ഐ നെവർ ഡൂ ദിസ്. ഫ്രാങ്ക്ലി ഞാൻ പറയില്ല, ഐ നെവർ ഡൂ ദിസ്. ഞാൻ ഇത്രയും കാലം പഠിച്ചൊരു ജോലിയിൽ കയറിയതോ അത് ഞാൻ വെറുതെ അല്ല. അതാണ് ഞാൻ പറയുന്നത്.
തീരുമാനം എടുക്കാനുള്ള കഴിവ് ആർക്കും ഇല്ല എന്ന് തന്നെ പറയണം. നമ്മൾ ഈ തലമുറേനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് മുമ്പത്തെ തലമുറയ്ക്ക് ഈ സാധനമൊന്നുമില്ല. നമ്മളിപ്പോഴത്തെ പിള്ളേരെയാണല്ലോ പറഞ്ഞത് ബുദ്ധിയില്ല, വിവരമില്ല, വിവേകമില്ല, അതില്ല ഇതില്ല എന്ന്. സ്വന്തം അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്ത് അവനവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ പറ്റുന്നില്ലെങ്കിൽ, പിന്നെ വൈ യു ആർ ഗോണ ഗെറ്റ് മാരീഡ്? കല്യാണം കഴിച്ച് ഒരു 2 മാസം തൊട്ടിട്ട് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കടുത്ത രീതിയിലുള്ള മാനസിക ശാരീരിക പ്രശ്നം. ഇത് അനുഭവിച്ച് എന്തിനാ അവിടെ നിന്നു? ഇനിയിപ്പോൾ എന്താ ഉണ്ടാവാൻ പോകുന്നത്? പോലീസുകാർ കേസെടുക്കും. ഇത് പിന്നെ നമ്മുടെ കോടതി കയറി ലാസ്റ്റ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു 20 ജിഷ്മോളുടെ നെയിം പോലുള്ള ആൾക്കാരുടെ വന്നു കഴിയുമ്പോഴാണ് ഇതിനൊരു തീരുമാനമാവുക. എന്താ ഉണ്ടാവുന്നത്? സത്യസന്ധമായി പറഞ്ഞാൽ ഇങ്ങനത്തെ കേസ് ഡെയിലി കൂടുന്നതിന് ഞാൻ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് ഇതിൻ്റെ വിക്ടിമിനെയാണ്. നിങ്ങളാണ് സ്ട്രോങ് ആവേണ്ടത്, നിങ്ങളാണ് ബോൾഡ് ആവേണ്ടത്, നിങ്ങൾക്കാണ് ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റേണ്ടത്. ഇത്രയൊക്കെ നടന്നിട്ട് നിങ്ങൾ ഇനിയും സ്ട്രോങ്ങും ബോൾഡും അല്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങളോടൊക്കെ പറയേണ്ടത്? ആൻഡ് രണ്ടാമത്തെ കാര്യം ടു ദ ലീഗൽ സിസ്റ്റമാണ്. തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട സ്പീഡിൽ എടുക്കാൻ നിൽക്കണം. 10 കൊല്ലം കഴിഞ്ഞ് തീരുമാനം എടുത്തിട്ട് കാര്യമല്ല. ഒരു തവണ ഇങ്ങനെ സ്ത്രീകളുടെ അടുത്തോ അല്ലെങ്കിൽ വീട്ടിലോ തെറ്റ് ചെയ്യുന്ന ഒരുത്തന് കിട്ടേണ്ട പണി അവന് കിട്ടേണ്ട തോതിൽ കോടതി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തോനും മൂന്നാമത്തോനും നാലാമത്തോനും ഇത് ചെയ്യുമ്പോൾ ഒന്ന് പേടിക്കും. അതിനുള്ള ഒരു സ്പേസ് പോലും ഇന്നത്തെ ലീഗൽ സിസ്റ്റത്തിനില്ല. സത്യസന്ധമായി പറയാം, അതിനുള്ള സിസ്റ്റം പോലും ഇന്നത്തെ ലീഗൽ സിസ്റ്റം. ഒരേ രീതിയിലുള്ള ക്രൈംസിൻ്റെ 10 കേസസ് നിങ്ങൾ എടുത്തു നോക്കി. ഈ ഇയർ നടന്ന സ്ത്രീകൾക്ക് നേരെയുള്ള 10 കേസ് എടുക്ക്, ലഹരി ഉപയോഗമുള്ള 10 കേസ് എടുക്ക്. എങ്ങനെയാ? ഒന്ന് പിടിച്ച് 2 ദിവസം കൊണ്ട് അടുത്ത കേസ്, അത് കഴിഞ്ഞ് 3 ദിവസം കൊണ്ട് അടുത്ത കേസ്, അത് കഴിഞ്ഞ് 4 ദിവസം കൊണ്ട് അടുത്ത കേസ്. ഇത്രയും കേസുകൾ എന്തുകൊണ്ടാണ് നടക്കുന്നത്? പേടിയില്ല ഇന്നത്തെ ലീഗൽ സിസ്റ്റത്തിന്. പിടിച്ചാൽ എന്താ, ഇറങ്ങി വരാം. പിന്നെ കേസ് കണ്ടുപിടിക്കും 3 കൊല്ലം. അപ്പോഴേക്കൊക്കെ എന്തെങ്കിലും ചെയ്ത് ബാലൻസ് ചെയ്യാം. ജസ്റ്റ് തിങ്ക്, സീരിയസ്ലി പറയാം. ഇതാണ് ലീഗൽ സിസ്റ്റം എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി. എന്നിട്ട് നിങ്ങളൊന്ന് സ്ട്രോങ് ആയി ബോൾഡ് ഇനഫ് ആവും. അവനവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു വന്ന് പറയാൻ ശ്രമിക്കുക. അത് വീട്ടിലോ ലീഗൽ സിസ്റ്റത്തിലോ എവിടെയാണ് നിങ്ങൾക്ക് തോന്നിയേച്ച് പറയാൻ ശ്രമിക്കുക. ഒരിക്കലും നെവർ ബി എ വിക്ടിം ലൈക്ക് ദിസ്. ആൻഡ് ഈ ന്യൂസ് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് ഐ ആം കംപ്ലീറ്റ്ലി ഫീലിംഗ് റിഗ്രറ്റ് ഓഫ് കണ്ടുപിടിക്കാണ് ഒരു ഗേൾ ഓർ എൻ അഡ്വക്കേറ്റ് ഡൂയിങ് ദിസ് എന്നുള്ളത്. സോ ഗൈസ്, stay tuned for the next video. Bye bye.